ഇതിപ്പോ ഡേ 1 റിയാദ്. ഇതേ മാമായി ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കാഴ്ച ആക്കിയത്. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടോ, ലാൻഡ് ക്രൂയിസറിന്റെ 3 ഡോർ വെർഷനാണ്. ഇത് ഇവിടുത്തെ പള്ളിയാണ്. അങ്ങനെ ഇതാണ് മെട്രോ കാർഡ്. ഇതിനകത്ത് ചാർജ് ചെയ്ത് നമുക്ക് ബസ്സിലും മെട്രോയിലും പോകാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിലേക്ക് കയറി. ഇവിടെ കണ്ടക്ടർ അല്ല കണ്ടോ, ഇതിനകത്താണെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി നേരെ ഇതൊരു പഴയ ലുലു മാളിനകത്തൂടെയാണ് ഈ പോകുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചിറങ്ങി ഇനി അടുത്ത മെട്രോ പിടിക്കണം. മെട്രോ പിടിച്ച് അടുത്തൊരു മാളിൽ ഷൈനികത്തിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ബൾട്ടി സിനിമയുടെ. അങ്ങനെ മെട്രോ കയറി ഇറങ്ങി ഞങ്ങളെ മാളിലെത്തി. ഇവൻ എന്റെ കസിനാണ്, ഇവൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യണം. അങ്ങനെ ഷൈനികത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മാമായുടെ ടീമാണ് ഇവിടെ ഇതിന്റെ വീഡിയോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഷൈനികത്തിനെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എങ്കിലും മാമായിട്ട് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ നിന്നാണ്. അങ്ങനെ ലാസ്റ്റ് കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷൈനികം വന്നു. ഷൈനികവും കൂടെ പൂർണ്ണിമ ഇന്ദ്രജിത്തും. പിന്നെ കുറച്ച് നേരം പരിപാടി കണ്ട് പിന്നെ ഷൈനികം ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കൂപ്പൺ ഉണ്ടായി. ആ കൂപ്പൺ എഴുതിയിട്ടാൽ പ്രൈസ് അടിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കൂപ്പൺ വെച്ച് എഴുതിയിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിളി വരുന്നു. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ഷാമിന് അടിച്ചു. ഒരു 65 LED TV ആണ്. അത് കിട്ടി. ആദ്യം ഭയങ്കര സന്തോഷത്തോടെ കയറി ഞങ്ങൾ പ്രൈസ് ഒക്കെ വാങ്ങി പുറത്തേക്കെല്ലാം തുള്ളിച്ചാടി ഇറങ്ങി. പിന്നെയാണ് അതിന്റെ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം 3ാം സമ്മാനം കിട്ടിയ ഒരു ബംഗാളി ഒരു ജ്യൂസർ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുവന്നുണ്ടോ. അത് കിട്ടിയാലും മതിയായിരുന്നു. ഇനി ഇത് റൂമിലേക്ക് എത്തിക്കാൻ നമുക്ക് 100 റിയാലിന്റെ ചെലവുണ്ട്. അത് കഴിഞ്ഞ പക്ഷേ ഇത് കിട്ടിയിട്ട് നമുക്ക് ഗുണമില്ല. കാര്യം നമ്മൾ ബെഡ് സ്പേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ടിവിയുടെ ഗുണം നമുക്കില്ല. ഏതെങ്കിലും ഫാമിലി കിട്ടിയായിരുന്നെങ്കിൽ അത് ഉപകാരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചെന്നിരുന്ന അവസാനം വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പം ഓക്കെ ബൈ, ബാക്കി വരുന്ന പോലെ പിന്നെ